ഹലോ, ഞാൻ ഈ 3 പടവലങ്ങ പിടിച്ച് വെക്കുന്നത് എന്തിനാ അറിയോ? പടവലങ്ങ തോരനുണ്ടാക്കാനാണ്. അപ്പം ഞാൻ പടവലങ്ങ കുളിപ്പിക്കുകയാണ് കേട്ടോ. കുളിപ്പിക്കുകയല്ല ഗൈസ്, കഴുകുകയാണേ. ഞാൻ ചുമ്മാ പറഞ്ഞതാണേ. അപ്പം ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി തക്കാളിയും പരിപ്പൊക്കെ വേവിക്കാൻ വെച്ചു കേട്ടോ കുക്കറിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുകയാണേ. അപ്പോൾ ഇന്നുണ്ടായിരുന്നത് കായ്പയ്ക്ക് വഴുതിനിങ്ങയാണ് കേട്ടോ. അതിന് ഞാൻ കഴുകി. അപ്പോൾ അതാ പടവലങ്ങ തോരന് വേണ്ടി അരിഞ്ഞെടുക്കുക കേട്ടോ. കുരുകുരുന അരിഞ്ഞെടുക്കണം. ആർക്കൊക്കെ പടവലങ്ങ തോരൻ ഇഷ്ടമുണ്ട്? എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല, ഏട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ ഞാൻ സാമ്പാറിന് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ഉലുവ മൂപ്പിച്ചു. അതിൽ നാളികേരം, കരിവേപ്പിൻ്റെ ഇല മൂപ്പിച്ചതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, കായപ്പൊടി ഇട്ടിട്ട് മൂപ്പിക്കുകയാണ് കേട്ടോ. നാളികേരവും കരിവേപ്പിലയും ഉലുവയും മൂത്തതിന് ശേഷമാണ് ഞാൻ ഈ പൊടികൾ ഇട്ടത്. ട്രഡീഷണൽ രീതിയിൽ സാമ്പാർ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, കട്ടക്കായും നമ്മുടെ ഉണക്കമുളകും മല്ലി അങ്ങനെ ഇട്ടിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെയും വെക്കാറുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ പടവലങ്ങ തോരന് വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും കടുകും ഒക്കെ മൂപ്പിച്ച് അതിലിതാ പടവലങ്ങയും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ അത് വെന്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച്, പടവലങ്ങ കുറച്ചൊരു വേവുണ്ടല്ലോ, അപ്പോൾ ഒന്നുള്ളിൽ വെള്ളം ഒഴിച്ച് വേവിച്ചു. അതിലേക്ക് ഞാനിതാ നാളികേരം കൂടി ചിരവിയിട്ടുണ്ട് കേട്ടോ. എന്നാലും അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് പടവലങ്ങ തോരൻ റെഡിയായി കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് സാമ്പാർ ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു മാങ്ങ ഉണ്ടായിരുന്നേ, അതിന് ഞാൻ നുറുക്കിയിട്ട് ഉപ്പിട്ട് അതിൽ മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി ഇതൊക്കെ ഇട്ടു കേട്ടോ. അപ്പം നോക്കിയപ്പോഴാണ് നല്ലെണ്ണ ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. പച്ചയ്ക്ക് ഒഴിച്ചു. ഇതിപ്പോൾ നാളെ തീരും. അപ്പോൾ പിന്നെ നല്ലെണ്ണ ഒഴിക്കണേക്കാളും നല്ല വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുമല്ലോ എന്ന് വെച്ച് അതിനെ ഒഴിച്ച്. ഇതായിരുന്നു ഉച്ചത്തെ ലഞ്ച്. ചോറ്, സാമ്പാർ, പടവലങ്ങ തോരൻ, ഇന്നത്തെ ചിക്കൻ ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു കേട്ടോ.